the special. I'm thinking that and straw it. Now I'm gonna taste that. തേങ്ങാവെള്ളം കുടിക്കുക. Super. Hi guys, welcome back to Giggly Siblings. ഇന്ന് ഞാനും എൻ്റെ അച്ഛ അടങ്ങൽ പുരട്ട് ഉണ്ടാക്കാൻ പോകുക. ഫസ്റ്റ് നമ്മൾ മല്ലിപ്പൊടി അല്ല മൈദപ്പൊടി ഇട്ട് മൈദ ഇട്ടു. അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇട്ടത് എന്തായിരുന്നു? പഞ്ചസാര ഷുഗർ എന്തോരം ഇട്ടു? എന്തോരം മൈദ എന്തോരം നമ്മൾ എടുത്തത്? 1 കിലോഗ്രാം 1 കിലോഗ്രാം മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ സോൾട്ടും പിന്നെ 2.5 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഫിയാണ് മാസ്റ്റർ ഷെഫ്. ഫിയ ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് വച്ചേക്കുവാണ് ഈ കാണുന്നത് അല്ലേ? ഇനി ഞാൻ ഫിയയ്ക്ക് വെള്ളം ഒഴിക്കാം. മിക്സ് ഓക്കെ. ഇപ്പം എൻ്റെ അച്ഛ ഇപ്പം എളുക്കുവാണ് വെള്ളം ഇട്ടിട്ട് പാത്രത്തിൽ നമ്മൾ ഇത് ഇടും. ഇച്ചിരി മൈദ ഇട്ടിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടുന്ന എല്ലാം ഒട്ടിപ്പിടിക്കും. ഇത് ഇപ്പം ഇളക്കിയത് ഈ കുഴക്കൽ പരിപാടിക്ക് ആണ് ഇനി സമയം എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഫിയർ ടെക്സ്റ്റ് ഫീൽ ചെയ്തോ? ഇനി ടെസ്റ്റ് ഫീൽ ചെയ്യാൻ വരല്ലേ? അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇത് ഒതിൽ നമ്മൾ ഇളക്കി. അപ്പം ഇനി നമ്മൾ അച്ഛ മിക്സ് ചെയ്യുക അല്ല അച്ഛ? കുഴയ്ക്കുക. കുഴയല്ല, കുഴ. നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഈ കുഴ എത്ര മിനിറ്റ് നമ്മൾ കുഴയ്ക്കണം? 30 minutes. ഇത് നനഞ്ഞെങ്ങനെയാ? 50 minutes. 15 മിനിറ്റ് കുഴച്ചിടുമ്പോഴത്തേക്കും ഉള്ള ഗുണം എന്താണെന്നറിയാവോ? പൊറോട്ടയ്ക്ക് ഉപ്പില്ലെങ്കിലും ഉപ്പായിക്കോളും. എന്താ കാര്യം? നമ്മൾ വേർത്ത് കുളിച്ച് നമ്മുടെ വേർപ്പ് മുഴുവൻ അവനകത്ത് വീട് ഓക്കെ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? നിർത്താതെ കുഴച്ചോണ്ടിരിക്കണം. നിർത്തി തന്നെ പറ്റും. കുഴ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടില്ല. കുഴ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീരുന്നവരെ കുഴച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് സൂപ്പർ പൊറോട്ട കിട്ടുന്നത്. മനസ്സിലായോ? എന്ത് മനസ്സിലായി? ബാക്കി നമ്മൾ ഇനി കുഴ കഴിഞ്ഞിട്ട് മൂടി വെക്കാൻ നേരത്ത് മാവ് നമ്മൾ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാണ്. ഓയിലും ഒഴിച്ച് ഇവിടെ ഒഴിച്ച് കൈയിലാക്കില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബോൾ പിടിക്കണം. ഞെക്കല്ലേ കട്ട് ചെയ്യുക. എന്തിനാ നമ്മൾ കട്ട് ചെയ്യണേ? എളുപ്പത്തിന് എന്തൊക്കെയാണ് എത്ര അടുത്ത് വെച്ച് കാണിച്ചാൽ 1 2 ബോൾ വരുന്നുണ്ടോ? 2 3 പിന്നെ 4 നാലാമത്തെ ആവട്ടെ. 4 5 3
I'm gonna squish it. നാല് ലാസ്റ്റ് വൺ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇപ്പോൾ 2, 4, 6, 8, 10, 11, 12, 13, 20. ആ 22 ഓർമ്മകളുണ്ട്. 2, 10. എന്താ നമുക്ക് മൂതിന് ഇതെങ്ങനെ ഇടുമ്പോൾ മണാല ഡ്രൈ ആയിപ്പോ. എന്നാ അതാണ് എൻ്റെ ടെക്നിക്ക്. ഈ ഡാവ് ഇതായി പോകരുത്. എന്തായിട്ട് പോകരുത്? ഡ്രൈ ആയി പോകരുത്. ഗുഡ് പോയിന്റ്. ഇപ്പം എൻ്റെ അച്ഛ മൂടി വെച്ചു. മൂടി വെച്ചു. ക്ലോത്ത് ഇട്ട് റെഡിയാണോ? അപ്പം നമ്മൾ ഇനി വീശുക. ഓക്കെ വരുന്നുണ്ടോ ഫിയ? വലുതായി വരുന്നുണ്ടോ? ആ ഇങ്ങനെയാണ് പൊറോട്ട വീശി എടുക്കുന്നത്. മനസ്സിലായോ? ആദ്യം നമ്മൾ 10 സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഇത്തിരി ഓൾ പർപ്പസ് പൗഡർ നമ്മൾ സ്പ്രെഡ് ചെയ്യും. കണ്ടോ? ഇങ്ങനെ. എന്നിട്ട് നമ്മളതിന് ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവനെ ചെറുതായിട്ട് കട്ട് ചെയ്യും. ഇങ്ങനെ ചെറുതാക്കും. മനസ്സിലായോ? എന്നിട്ട് നമ്മളിവനെ ഇങ്ങനെ പൊക്കിഞ്ഞെടുക്കും. കണ്ടോ? എന്നിട്ട് നമ്മളിവനെ ഇങ്ങോട്ട് കാണിക്കും. ഇങ്ങനെ റോള് ചെയ്ത് ഉണ്ടോ? ഇങ്ങനെ റോൾ ചെയ്ത് കുട്ടപ്പേനാക്കി അങ്ങ് വെക്കും. ഇനി കട്ട് ചെയ്തോ. ഇതെല്ലാം നമ്മൾ ഇപ്പം നമ്മൾ നോക്ക്. ഇപ്പൊ എന്താ ഇത് വീശി എടുത്തിട്ട് കഴിഞ്ഞതാണ്. നല്ല സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് എന്റെയാ. നമ്മൾ ഇത് എന്ത് ചെയ്യും? പിന്നെ ഇവനെ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്യും. അല്ലേ? കളിക്കരുത് നമ്മളോട് അല്ലേ? അതെ. ഞാൻ പ്രോ ഷെഫ്. ഫിയ എന്നെ ടീച്ച് ചെയ്യുന്നത്. അതെ. ഇതെല്ലാം ചെയ്യാനായിട്ട് അച്ഛക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഫിയ പഠിപ്പിച്ചിട്ടല്ലേ എനിക്കിതെല്ലാം മനസ്സിലായത്. പിന്നെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? റോൾ ചെയ്യും. അലക്കുമ്പോൾ നീളം കൂടി കിട്ടും. പിശിക്കോ ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ഇവനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ വെള്ളം ഇട്ടെന്ന് ചുരുട്ടും. എന്നിട്ട് നമ്മൾ ഇതിനെ അടി കയറ്റി ഫിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് അടിയിലൊക്കും. ഇയാളുടെ മുടി എന്നെ തോന്നു കേട്ടോ. നമ്മളൊക്കെ നല്ലവരാണല്ലോ. അത് ഭയങ്കര എൻഡിങ് ആയി പോയല്ലോ ഫിയ. അപ്പൊ ഇനി നമ്മള് ഇച്ചിരി വെയിറ്റ് ചെയ്തു. ഇപ്പൊ എന്താ നമ്മളിത് ആ ബോള് പിടിച്ചത് ചുരുട്ടി വെച്ചത് നമ്മൾ ഇനി ആക്ച്വൽ പൊറോട്ട ആക്കിയിട്ട് ചുട്ടെടുക്കുവാണ്. കല്ലേൽ, ചൂടുള്ള കല്ലേൽ ചുട്ടെടുക്കാനുള്ള പൊറോട്ട ഇത് ഏറെക്കുറെ ആയി. ഇത്ര വലുതാക്കി നോക്ക്. കണ്ടോ? നന്നായിട്ട് എണ്ണ ഒഴിച്ച് വേറെ സെറ്റാക്കാം. ഇങ്ങനെ ചപ്പാത്തി കോലും കൊണ്ട് പരത്താം, കൈ കൊണ്ടും പരത്താം. കുക്കീസ് എവിടെയാ? എന്റെ കുക്കീസ് എവിടെയാ? കുക്കീസ് ബിസ്ക്കറ്റ് എവിടേക്ക് വേണം? പാർലേജ് ബിസ്ക്കറ്റാ.
ഇങ്ങോട്ട് കടി എടുത്തു. അച്ഛൻ അവിടെ കടി എടുത്തു. അവിടെ കടി എടുത്തു. അത് അച്ഛൻ കടി എടുത്തു. ഇനി ഞാനേ അവിടെ ഹോട്ടി ഫിനിഷ് ചെയ്തു. എങ്ങനെ തൊട്ടിട്ട് ഇവിടെ I know how to make real slime. Guys, ഇത് എൻ്റെ കുഞ്ഞിയുടെ ഫ്രഷായിട്ട്. അപ്പൊ ഇത് നമ്മുടെ കുക്ക്. നമ്മളിലേക്ക് 3 കൂടെ കൂട്ടി ചതയ്ക്കാൻ പോവാം. ഓട്ടെ, 3 ഉണ്ട്. ഇത് 3 പൊറോട്ട കൂട്ടി നമ്മളിങ്ങനെ ചതച്ചെടുക്കും. അന്നേരം ഉണ്ടോ ലെയറായിട്ട് വരുന്നതുണ്ടോ? നോക്ക്, കണ്ടോ ലെയർ പൊറോട്ട കണ്ടോ? നല്ല കച്ചൂടുണ്ട് കൈക്ക്. റെഡി? റെഡി ഫിയ? മനസ്സിലായോ? ഇതാണ് ലെയർ പൊറോട്ട. നോക്ക്, കണ്ടോ കണ്ടോ ഫിയ? അടുത്തത് ഇത് കണ്ടോ ലെയർ, നല്ല കിടുക്കാച്ചി ലെയർ കണ്ടോ? നോക്ക്, കണ്ടോ? മൂന്നാമത്തെ കണ്ടോ? അമ്മ അത് മറിച്ചിട്ടു അല്ല കരിഞ്ഞു പോകും. ഫിയ അതാണ് ഫിയയുടെ ഫിയ. നോക്കട്ടെ. ഓക്കെ, ഫിയയുടെ എന്താണ്? പൊറോട്ടയും ബീഫ് കറിയും. ചേട്ടയും പൊറോട്ടയും ബീഫ് കറിയും ആണോ? ബീഫ് വരുന്നുണ്ട്. ബീഫ് കറി പൊറോട്ട അപ്പുറത്തായിട്ടുണ്ട്. ഇത് സൈൻ ഔട്ട് ചെയ്യുന്നില്ലേ ഫിയ? ഓക്കെ, 3 പേരും ചേർന്നിരിക്കും. ഓക്കെ, ഓ പൊറോട്ട ഫിയ ബീഫ് കൂട്ടി. അതിനകത്ത് കറി എടുത്ത് തരാമേ. അതൊക്കെ സ്പൈസി ആവുന്നത് പൊറോട്ട അല്ലല്ലോ. പൊറോട്ട എന്തിന്? പൊറോട്ടയ്ക്ക് ബീഫിനോ അതോ പൊറോട്ടയ്ക്ക് മാത്രമോ? പൊറോട്ടയ്ക്ക് 10 ഔട്ട് ഓഫ് 5ഉം ബീഫിന് 10 ഔട്ട് ഓഫ് 9ഉം. രണ്ടിനും അതെ. ഓക്കെ ഓക്കെ, എന്നാൽ പിന്നെ സൈൻ ഔട്ട് ചെയ്യും. മെയിൻ ഷെഫ് ഫിയ ആയിരുന്നു. Thank you for watching this video. Bye. Please like, comment, share, and subscribe. Peace. Peace.